സുഹൃത്തുക്കളെ, സഹാക്കളെ, 47 ദിവസം പിന്നിട്ടിട്ടാണ് ഇന്ന് കൗൺസിൽ യോഗം ചേർന്നത്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് നഗരസഭാ കൗൺസിൽ ചേർന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ മേയർ ഈ 47 ദിവസം പിന്നിട്ട് കൗൺസിൽ യോഗം വിളിച്ചതെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഗൂണ്ടാ നേതാവിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ് ഈ മേയറും മേയറുടെ നേതാക്കളും സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും നാണം കെട്ട ഈ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ മോശമായി പെരുമാറുന്ന ഇത്തരം ആളുകളെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ പിന്നിൽ നമ്മെ സംബന്ധിച്ച് അറിയാവുന്നതാണ്. ഇതിനെ പ്രതിഷേധിച്ച 25-ാം തീയതി റിലേ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പ്രതിഷേധിച്ച കൗൺസിലർമാരെയും സഹാക്കളെയും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് മേയറും സംഘവും മാറിയിട്ടുള്ളത്. ഒരു ജനാധിപത്യ ബോധമുള്ള, ഒരു പൗരബോധമുള്ള, ഒരു ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഈ മേയറെങ്കിൽ യാതൊരുവിധ കാരണവശാലും അത്തരമൊരു സമീപനം സ്വീകരിക്കുകയില്ല. പോലീസ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ നടത്തിയിട്ടുള്ള സത്യാഗ്രഹത്തെ അതിൻ്റെ മുന്നിലൂടെ വന്ന് ആക്രമിച്ച് 3 ആളുകളെ ഈ രൂപത്തിലാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ഈ നഗരസഭ മേയറാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ സമരം തിരുവനന്തപുരം നഗരത്തിലെ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. എന്ത് വില കൊടുത്തും ഈ സമരം അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഈ നഗരസഭയിൽ ഇങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യം ഈ നഗരത്തെ വടക്കേ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ഗൂണ്ടാപ്പടയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ അതേ രൂപത്തിലുള്ള പ്രവർത്തനം തിരുവനന്തപുരം നഗരത്തിലും ഉണ്ടാക്കിയെടുക്കുവാൻ ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ഗൂണ്ടാപ്പടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത, ജനപ്രതിനിധി അല്ലാത്ത ഒരാളിനെ എങ്ങനെയാണ് സഭയ്ക്കുള്ളിൽ കടത്തി മുന്നോട്ട് പോകാൻ നഗരസഭയ്ക്ക് കഴിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ സമരം യാതൊരു കാരണവശാലും അനുവദിക്കുന്ന ഈ സമരത്തെ നേരിടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ അതിജീവിക്കുന്ന തരത്തിലുള്ള സമരം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ഡെങ്കിപ്പനി അടക്കമുള്ള നിരവധി രോഗങ്ങൾ ഇന്ന് പടർന്നു പിടിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രി തന്നെ പറയണ കോളറ അടക്കമുള്ള രോഗങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടായിരിക്കുകയെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ നേരിടാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ നഗരസഭാ ഭരണത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ സർക്കാരുമായി യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട നഗരസഭ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരുവിധ പങ്കും വഹിക്കുന്നില്ല എന്നുള്ള ഗതികേടിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കുവാൻ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇവരുടെ നടപടികൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സമരം റിലേ സമരമാണ്. ഇതിൻ്റെ അകത്തും പുറത്തും ഇതേ രൂപത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇതേ രൂപത്തിൽ ഒരു ഭരണം നടത്തി അജണ്ടകളെല്ലാം തന്നെ ഇതേ രൂപത്തിൽ പാസ്സാക്കിക്കൊണ്ടു പോകാമെന്ന് ഈ മേയർ കരുതേണ്ടതില്ല. ഇന്ന് തന്നെ നമ്മുടെ പത്രക്കാരടക്കമുള്ളവർ കണ്ടതാണ്. 3.5 മണിക്കൂർ, 2.5 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമെടുത്തുകൊണ്ട് അജണ്ട, ഒരു കെട്ട് അജണ്ടയാണ്. നഗരത്തിന്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അജണ്ട, അഴിമതിയുടെ രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് പാസ്സാക്കി എടുത്തുകൊണ്ട് പോകുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്ന ആളുകളായി ഈ മേയറും കൂട്ടരും മാറിയിരിക്കുകയാണ്.